ഇന്നിവിടെ ഒരു വെറൈറ്റി സ്റ്റൈൽ ബീൻസ് തോരനാണ്. ബീൻസിൻ്റെ കൂടെ കുറച്ച് കോവയ്ക്കയും കൂടിയുണ്ട്. അതിനകത്ത് നിന്ന് കോവയ്ക്ക ബാക്കി വന്നപ്പോൾ എടുത്തതാണ്. കുറച്ച് തേങ്ങ ചിരണ്ടി ഇത് ചെറിയ ജീരകം ചതച്ചിട്ട് അതിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഒരു സവോള എടുത്തുള്ളൂ. പിന്നെ കുറച്ച് വറ്റൽമുളക്. പിന്നെ ഇത് ഉഴുന്നും കടുകുമാണ്. കടുക് 1 സ്പൂണ് ആണ്, ഉഴുന്ന് 2 സ്പൂൺ, അതാണ് അളവ്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് വറ്റൽമുളക്. ഇത്രയും സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാവുകയാണ്. ഇപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ടാവും. ഈ സമയത്ത് തന്നെ നമ്മൾ കടുകും ഈ ഉഴുന്നും കൂടി ഇടുകയാണേ. ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ച വറ്റൽമുളക് ഇടുക. അത് ഏകദേശം പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ വറ്റൽമുളക് ഇടുക. ഇത് സൺഫ്ലവർ ഓയിലാണ്, കോക്കനട്ട് ഓയിലല്ല. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുക, അതാണ് ടേസ്റ്റ് കൂടുതൽ. തന്നെ വറ്റൽമുളകും കൂടി നമ്മൾ ഇടുക. ഇനി ഒട്ടനെ തന്നെ നമ്മൾ ആ സവോള എടുത്തിടണേ. ഇതിൻ്റെ വറ്റൽമുളക് കരിഞ്ഞു പോകും, അതാണ്. ഇനി അത്ര കുഴപ്പമില്ല. സവോള ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ആവശ്യത്തിന്. പെട്ടെന്ന് തന്നെ വഴണ്ട് വരും. അപ്പോൾ തന്നെ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുകയാണ്. അങ്ങനെ ബീൻസിൻ്റെ കൂടെ കോവയ്ക്ക് ഇട്ടു എന്ന് വെച്ച് വേറെ രുചിക്ക് വ്യത്യാസങ്ങളൊന്നും പ്രത്യേകിച്ച് വരുമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. 2 കോവയ്ക്ക് ബാക്കി ഉള്ളത് കൊണ്ട് അത് ഇത്രയേ ഉള്ളൂ. അത് കോവയ്ക്കൊക്കെയായിട്ട് പിന്നെ വേറെ കറി ഉണ്ടാക്കാനുള്ള കോവയ്ക്കില്ല, അതാണ്. അപ്പോൾ തോരൻ ഇട്ട് 2 ബീൻസും കോവയ്ക്ക നമ്മൾ തോരനല്ലേ വെക്കുന്നത്. അപ്പോൾ 2 കൂടി സെറ്റാക്കി. ഇത്ര ഉപ്പില്ല കേട്ടോ. ഉഴുന്ന് കറികളിൽ ഇടുമ്പോൾ നല്ലൊരു അതിങ്ങനെ വറുത്ത് വന്നു കഴിയുമ്പോൾ കടിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ലൊരു ഫീലായിരിക്കും. നമുക്ക് കറി കഴിക്കാനൊരു സുഖം ഉണ്ടാവും. പൊടി ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. നമുക്കിതായി വന്നതിന് ശേഷം നമുക്ക് ബീൻസ് ഇടാവേ. നമ്മുടെ സവോളയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ വറ്റൽമുളകും പച്ചമുളകും മാത്രം നമ്മൾ എരിവിനായിട്ട് ഇടുന്നുള്ളൂ. അപ്പോൾ എരിവിനനുസരിച്ച് ആവശ്യത്തിന് ഏതെങ്കിലും ഒരു മുളക് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്തോണേ. അപ്പോൾ ഇത് നമ്മൾ ഇടാൻ പോവാം. ഇനി ഇത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി അല്ലാത്തതുകൊണ്ട് നമ്മളൊരു 2 സ്പൂൺ വെള്ളം ഒഴിക്കണം കേട്ടോ ഇതിലേക്ക്. ഇത്ര വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് വെന്ത് വരാനാണ്. അല്ലെങ്കിൽ അടിക്ക് പിടിക്കും, പിന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. അപ്പോൾ നമ്മുടെ ബീൻസ് തുറക്കാൻ പോകണേ. ഏകദേശം ഒന്ന് ടൈറ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങ, ഇത് ജീരകം ഇതിനകത്ത് തിരുമിയിട്ടുണ്ട് കേട്ടോ, മിക്സ് ആക്കിയിട്ടുണ്ട്. തേങ്ങ അരയ്ക്കണ്ട, ജീരകം വേറെ എക്സ്ട്രാ ചതച്ചിട്ട് അതിലേക്ക് ഇട്ടാൽ മതി. തോരനല്ലേ നമ്മളുണ്ടാക്കണം, നല്ല ഫ്ലേവറായിരിക്കും കേട്ടോ. ശരിക്കും ഒന്ന് മിക്സാക്കിയിട്ട് അടച്ച് വെച്ച് നന്നായി വേകുന്നവരെ വേവിക്കുക. നമ്മുടെ കറി ഇവിടെ സെറ്റാവും. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ഈ ഒരു മെത്തേഡിൽ ബീൻസ് തോരൻ. നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.